ഒരു ബിസിനസ് കെട്ടിപ്പടുക്കുന്നത് 100 നിലകളുള്ള ഒരു വലിയ സ്കൈസ്ക്രാപ്പർ നിർമ്മിക്കുന്നതിന് തുല്യമാണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശരിയായ പ്ലാനുകളില്ലെങ്കിൽ അതൊരിക്കലും സാധ്യമല്ല, അല്ലേ? മികച്ച ബിസിനസ് സ്ട്രാറ്റജികളെക്കുറിച്ചുള്ള ഈ എക്സ്പ്ലെയിനറിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. യാതൊരു ബ്ലൂ പ്രിന്റും ഇല്ലാതെ നിങ്ങൾ ഒരു സ്കൈസ്ക്രാപ്പർ നിർമ്മിക്കാൻ തയ്യാറാകുമോ? ഇല്ല, ഒരിക്കലുമില്ല. ബിസിനസിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സത്യം. വ്യക്തവും പ്രായോഗികവുമായ ഒരു സ്ട്രാറ്റജി ഇല്ലാതെ ബിസിനസ്സിലേക്ക് എടുത്തു ചാടുന്നത് വലിയൊരു ദുരന്തത്തിലേക്കാകും വഴിതെളിക്കുക. അപ്പോൾ ആ സ്ട്രാറ്റജി എങ്ങനെ കൃത്യമായി തയ്യാറാക്കാം എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്നത്തെ പ്ലാൻ വളരെ സിമ്പിളാണ്. ആദ്യം സ്ട്രാറ്റജിക് ബ്ലൂ പ്രിന്റ്, പിന്നെ മാർക്കറ്റ് അനാലിസിസ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ് പ്ലാൻ, ഫിനാൻഷ്യൽ പ്രൊജക്ഷൻസ്, ഒപ്പം അവസാനമായി റിസ്ക് മാനേജ്മെന്റ്. അതായത് ഒരു കെട്ടിടത്തിന് തറക്കല്ലിടുന്നതും ചുമരുകൾ തീർക്കുന്നതും ബാക്കി സംവിധാനങ്ങൾ ഒരുക്കുന്നതും ഒടുവിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്ന് അതിനെ സംരക്ഷിക്കുന്നതും എങ്ങനെയെന്നത് നമുക്ക് വിശദമായി നോക്കാം. അപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ, ദി സ്ട്രാറ്റജിക് ബിസിനസ് ബ്ലൂ പ്രിന്റ്, നമ്മുടെ ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ. നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ വഴികാട്ടി എന്ന് പറയുന്നത് ഒരു ബിസിനസ് പ്ലാൻ ഫ്രെയിംവർക്കാണ്. വലിയ ബിസിനസ് ലക്ഷ്യങ്ങളെ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കും. സാധാരണയായി ഇതിൽ കമ്പനിയുടെ ഹൈ ലെവൽ സമ്മറി, കമ്പനിയെക്കുറിച്ചുള്ള വിവരണം, നിങ്ങളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും, മാർക്കറ്റ് അനാലിസിസ്, മാർക്കറ്റിംഗ് പ്ലാൻ, മാനേജ്മെന്റ് വിവരങ്ങൾ, ഫിനാൻഷ്യൽ പ്ലാൻ, അതുപോലെ റിസ്ക്, റിട്ടേൺ, എക്സിറ്റ് സ്ട്രാറ്റജികൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ഒരു ബിസിനസ് പ്ലാൻ ട്രാക്ക് തെറ്റാതെ കൊണ്ടുപോകാൻ ഈ ഘടകങ്ങൾ തീർച്ചയായും ഉണ്ടായിരിക്കണം. ഇനി എന്തൊക്കെ സ്ട്രാറ്റജിക് പ്ലാനിംഗ് മോഡലുകളാണ് ഉള്ളത് എന്ന് നോക്കാം. കമ്പനികൾ അടിസ്ഥാന ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് ബേസിക് മോഡലാണ്. ഇനി ബിസിനസ്സും ഐടിയും തമ്മിൽ കൃത്യമായി ബന്ധിപ്പിക്കാൻ അലൈൻമെന്റ് മോഡൽ ഉപയോഗിക്കുന്നു. അതുപോലെ പുറത്തുനിന്നുണ്ടാകാൻ സാധ്യതയുള്ള വലിയ മാറ്റങ്ങളെ മുൻകൂട്ടി കണ്ട് നേരിടാൻ സിനാരിയോ മോഡൽ സഹായിക്കുന്നു. അടിസ്ഥാനം ശക്തമാക്കാൻ വിജയകരമായ പല ഓർഗനൈസേഷനുകളും ഈ മോഡലുകൾ തന്നെയാണ് ആശ്രയിക്കുന്നത്. അടുത്തതായി സെക്ഷൻ 2, മാസ്റ്ററിംഗ് മാർക്കറ്റ് അനാലിസിസ്. വിപണിയെ കൃത്യമായി മനസ്സിലാക്കാൻ ഇത് കൂടിയേ തീരൂ. നമ്മുടെ കെട്ടിടത്തിന് നല്ല ഉറപ്പുള്ളൊരു കോൺക്രീറ്റ് അടിത്തറ ഇടുന്നതുപോലെയാണത്. ട്രെൻഡുകൾ കണ്ടെത്താനും ഭാവിയിലെ വരുമാനം കണക്കാക്കാനും മാർക്കറ്റ് അനാലിസിസ് അത്യന്താപേക്ഷിതമാണ്. ഇതിന് പ്രധാനമായും 6 ഘട്ടങ്ങളുണ്ട്. ഇൻഡസ്ട്രിയെക്കുറിച്ചുള്ള ഗവേഷണവും അവിടുത്തെ നിയമങ്ങൾ മനസ്സിലാക്കലുമാണ് ആദ്യപടി. പിന്നെ കോമ്പറ്റീഷൻ വിലയിരുത്തുക, മാർക്കറ്റിലെ ഗ്യാപ്പുകൾ കണ്ടെത്തുക, ടാർഗറ്റ് മാർക്കറ്റ് നിശ്ചയിക്കുക, തടസ്സങ്ങൾ തിരിച്ചറിയുക, ഒടുവിൽ യൂണിറ്റ് സെയിൽസ് എത്രയാകുമെന്ന് കൃത്യമായി ഫോർകാസ്റ്റ് ചെയ്യുക. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റുണ്ട്. ഈ മാർക്കറ്റ് ഗ്യാപ്പുകൾ നമ്മൾ എങ്ങനെ കണ്ടെത്തും? അതിന് ഉപഭോക്താക്കൾക്ക് ശരിക്കും ആവശ്യമുള്ളതും എന്നാൽ അവർക്ക് ഇപ്പോൾ ലഭ്യമല്ലാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചിന്തിച്ചാൽ മതി. അതുപോലെ തന്നെ വലിയ സ്റ്റാർട്ടപ്പ് ചെലവുകൾ അല്ലെങ്കിൽ എതിരാളികളുടെ വൻകിട പരസ്യ ബഡ്ജറ്റുകൾ പോലെയുള്ള കടമ്പകൾ എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കുന്നതും വളരെ പ്രധാനമാണ്. ഇനി നമ്മൾ സെക്ഷൻ 3ലേക്ക് കടക്കുകയാണ്, അലൈനിങ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. നമ്മുടെ കെട്ടിടത്തിന് ചുമരുകൾ പണിയുന്ന ഘട്ടമാണിത്. സെയിൽസ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റുകൾ വേർതിരിഞ്ഞ് പ്രവർത്തിക്കുന്നതിനു പകരം അവ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ ബിസിനസ് വളർച്ച എത്രത്തോളം വേഗത്തിലാകുമെന്നറിയാമോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉൽപ്പന്നത്തിന്റെ വെറുമൊരു ഫീച്ചറും അതിൽ നിന്നുള്ള യഥാർത്ഥ ഗുണവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഉൽപ്പന്നം എന്താണെന്ന് വെറുതെ പറയുന്നതിനേക്കാൾ അത് കസ്റ്റമറുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്തുന്നു എന്ന് കാണിക്കുന്നതാണ് ഏറ്റവും മികച്ച രീതി. ആര്, എന്ത്, എപ്പോൾ, എവിടെ, എന്തുകൊണ്ട്, എങ്ങനെ, അതായത് ഈ 5 ഡബ്ല്യുകളും ഒരു എച്ചും ഉപയോഗിച്ച് വേണം നിങ്ങളുടെ ഐഡിയൽ കസ്റ്റമറെ ടാർഗറ്റ് ചെയ്യാൻ. ഈ ഒരു വാചകം എപ്പോഴും ഓർമ്മയിൽ വെക്കുക. കൃത്യമായ കണക്കുകളും നല്ല സ്റ്റോറി ടെല്ലിങ്ങും കസ്റ്റമർ റിവ്യൂകളും എല്ലാം ഉൾപ്പെടുത്തി വേണം എപ്പോഴും പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാൻ. ഈ സംയോജിത സ്ട്രാറ്റജി പ്രാവർത്തികമാക്കാൻ നിർണായകമായ ചില ഘട്ടങ്ങളുണ്ട്. ആദ്യം ലീഡുകൾ കണ്ടെത്തുക എന്നൊരു ലക്ഷ്യം വയ്ക്കുക. എന്നിട്ട് കൃത്യമായ കസ്റ്റമർ പ്രൊഫൈൽ തയ്യാറാക്കുക. അതിനുശേഷം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന രീതിയിൽ ഒരു മെസ്സേജ് ഡെവലപ്പ് ചെയ്യുക. ശരിയായ മീഡിയ ചാനലുകൾ തിരഞ്ഞെടുക്കുക. ഒടുവിൽ പുരോഗതി വിലയിരുത്തുക. പുതിയ ലീഡുകൾ വരുന്നത് ട്രാക്ക് ചെയ്യുന്നതും കസ്റ്റമർ റീറ്റെൻഷൻ ശ്രദ്ധിക്കുന്നതും വിജയത്തിന് വളരെ അത്യാവശ്യമാണ്. ഇനി സെക്ഷൻ 4, ബിൽഡിംഗ് ദി ഓപ്പറേഷണൽ റോഡ് മാപ്പ്. നമ്മുടെ കെട്ടിടത്തിൽ പ്ലംബിംഗും ഇലക്ട്രിസിറ്റിയും കണക്ട് ചെയ്യുന്നത് പോലെയാണത്. വലിയ സ്ട്രാറ്റജിക് പ്ലാനുകൾ നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലേക്ക് മാറ്റുന്നത് ഈ ഘട്ടത്തിലാണ്. സത്യത്തിൽ എന്താണ് ഒരു ഓപ്പറേഷൻസ് പ്ലാൻ? നമ്മുടെ സ്ട്രാറ്റജിക് പ്ലാൻ നടപ്പിലാക്കുന്നതിനായി സാധാരണയായി 1 വർഷമോ അതിൽ താഴെയോ കാലയളവിലേക്ക് തയ്യാറാക്കുന്ന വിശദമായ ഒരു റോഡ് മാപ്പാണത്. വിഭവങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കാനും ഓരോ ജീവനക്കാരനും അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാനും ഇത് സഹായിക്കും. നമ്മൾ കണ്ട വലിയ പ്ലാനുകൾ എങ്ങനെയാണ് ചെറിയ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയുന്ന മൈൽസ്റ്റോണുകളായി മാറുന്നതെന്ന് നോക്കാം. 1-ാം മാസം സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. 3-ാം മാസം ലക്ഷ്യങ്ങളും KPIകളും സെറ്റ് ചെയ്യുന്നു. 6-ാം മാസം ഫിനാൻഷ്യൽ ഹയറിംഗ് പ്ലാൻ തയ്യാറാക്കുന്നു. 12-ാം മാസത്തിൽ പുരോഗതി വിലയിരുത്തുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവരെന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തത നൽകുന്നൊരു പ്രോസസ്സാണിത്. നേരെ സെക്ഷൻ 5ലേക്ക് പോകാം,
forecasting your finances. ഇതാണ് നമ്മുടെ കെട്ടിടത്തിന്റെ പവർ ഗ്രിഡ്. നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകാനും ബിസിനസ് യാതൊരു തടസ്സവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും കൃത്യമായ സാമ്പത്തിക ആസൂത്രണം ഉണ്ടായേ തീരൂ. പ്രധാനമായും 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളാണുള്ളത്. ഒന്നാമത്തേത് ഇൻകം സ്റ്റേറ്റ്മെന്റ് അഥവാ P&L. കമ്പനിയുടെ വരുമാനത്തിൽ നിന്ന് ചിലവുകൾ കുറച്ചുള്ള ലാഭക്ഷമതയാണ് ഇതിൽ അളക്കുന്നത്. രണ്ടാമത്തേത് ബാലൻസ് ഷീറ്റ്. ഒരു പ്രത്യേക സമയത്തെ കമ്പനിയുടെ ആസ്തികളും ബാധ്യതകളും ഇക്വിറ്റിയും കാണിക്കുന്ന ഒരു സ്നാപ്ഷോട്ടാണിത്. മൂന്നാമത്തേത് ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻ. കമ്പനിയിലേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതുമായ യഥാർത്ഥ പണത്തെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതിലെ ഏറ്റവും നിർണായകമായ പോയിന്റ് എന്താണെന്നല്ലേ? ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻ തന്നെ. ഒരു കമ്പനിക്ക് ബാങ്ക് വായ്പ കൃത്യമായി തിരിച്ചടക്കാൻ കഴിയുമോ എന്ന് ലെൻഡർമാർ വിലയിരുത്തുന്നത് ഈ ക്യാഷ് ഫ്ലോയിലൂടെയാണ്. സത്യത്തിൽ ഇത് ഏതൊരു ബിസിനസിന്റെയും ജീവനാഡിയാണ് എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മൾ നിർമ്മാണത്തിന്റെ അവസാന സെക്ഷനിലേക്ക് കടക്കുകയാണ്. സെക്ഷൻ 6, മാനേജിംഗ് ആൻഡ് മിറ്റിഗേറ്റിംഗ് റിസ്ക്സ്. നമ്മുടെ കെട്ടിടത്തെ കൊടുങ്കാറ്റിൽ നിന്നും മറ്റു പ്രതികൂല കാലാവസ്ഥകളിൽ നിന്നും സംരക്ഷിക്കാൻ വെതർ പ്രൂഫിംഗ് ചെയ്യുന്നതിന് തുല്യമാണിത്. ബിസിനസ്സിന് ഭീഷണിയായേക്കാവുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി അവ കുറയ്ക്കുന്ന പ്രക്രിയയാണത്. ഒരു പ്രതിസന്ധിക്ക് മുൻപും പിൻപുമുള്ള ബിസിനസ് ലക്ഷ്യങ്ങൾ തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. പ്രീലോസ് ലക്ഷ്യങ്ങൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിലും നമ്മുടെ ആശങ്കകൾ കുറയ്ക്കുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ പോസ്റ്റ് ലോസ് ലക്ഷ്യങ്ങളോ ഒരു പ്രതിസന്ധിക്ക് ശേഷം കമ്പനിയുടെ നിലനിൽപ്പും പ്രവർത്തനങ്ങളും എങ്ങനെ തടസ്സമില്ലാതെ തുടരാം എന്നതിലാണ് അവ പൂർണ്ണമായി ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ബിസിനസ്സുകൾ ഉപയോഗിക്കുന്ന 4 പ്രധാന റിസ്ക് കൺട്രോൾ ടെക്നിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് റിസ്ക് പൂർണ്ണമായും ഒഴിവാക്കുന്ന അവോയ്ഡൻസ്. രണ്ടാമത്തേത് സുരക്ഷാ സംവിധാനങ്ങളിലൂടെ നഷ്ടം തടയലും കുറയ്ക്കലും, അതായത് ലോസ് പ്രിവെൻഷൻ. മൂന്നാമത്തേത് പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ബാക്കപ്പുകൾ സൂക്ഷിക്കുന്ന ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് സെപ്പറേഷൻ. ഒപ്പം അവസാനമായി റിസ്ക് പലയിടങ്ങളിലായി വിഭജിക്കുന്ന ഡൈവേഴ്സിഫിക്കേഷൻ. ഇതിൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു സ്ട്രാറ്റജിയാണ്. ഒരൊറ്റ സപ്ലയറെയോ അല്ലെങ്കിൽ ഒരൊറ്റ കസ്റ്റമർ ഗ്രൂപ്പിനെയോ മാത്രം ആശ്രയിക്കാതെ നിങ്ങളുടെ റിസ്ക് പലയിടങ്ങളിലായി സ്പ്രെഡ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നാളെ ഒരു സപ്ലയർ പരാജയപ്പെട്ടാൽ പോലും നിങ്ങളുടെ ബിസിനസ് കെട്ടിടം യാതൊരു കോട്ടവും തട്ടാതെ ശക്തമായി തന്നെ നിൽക്കും. ഉറപ്പാണ്. ചില ഐഡിയകൾ ലോകം തന്നെ മാറ്റിമറിക്കുന്നത് നമ്മൾ കാണാറുണ്ടല്ലേ? എന്നാൽ വേറെ ചില മികച്ച ആശയങ്ങൾ എങ്ങും എത്താതെ പരാജയപ്പെട്ടു പോകാറുമുണ്ട്. എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വെറുമൊരു കിഡിലൻ ഐഡിയ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. അതെങ്ങനെ ഒരു ഉൽപ്പന്നമായി നമ്മൾ വികസിപ്പിച്ചെടുക്കുന്നു എന്നതിലാണ് യഥാർത്ഥ മാജിക് ഇരിക്കുന്നത്. ഒരു വലിയ കെട്ടിടം പണിയാൻ കൃത്യമായൊരു ബ്ലൂ പ്രിന്റ് നിർബന്ധമാണല്ലോ. അതുപോലെ തന്നെയാണ് ഒരു സക്സസ്ഫുൾ പ്രൊഡക്റ്റ് നിർമ്മിക്കാനും നമുക്കൊരു ബ്ലൂ പ്രിന്റ് ആവശ്യമാണ്. ഒരു റോ ഐഡിയ എങ്ങനെ മാർക്കറ്റിലെത്തുന്ന മികച്ചൊരു ഉൽപ്പന്നമായി മാറുന്നു എന്നതിൻ്റെ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിലൂടെയാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. ഒരു ബേസിക് ആശയത്തിൽ തുടങ്ങി മാർക്കറ്റിലെത്തുന്ന പ്രൊഡക്റ്റ് വരെയുള്ള ഈ യാത്രയിൽ പ്രധാനമായും 5 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പ്രൊഡക്റ്റ് ബ്ലൂ പ്രിന്റ് ഡിഫൈൻ ചെയ്യുന്നത്, ഇതിന്റെ സമയക്രമവും ഡെവലപ്മെന്റ് രീതികളും, നമ്മുടെ റിസോഴ്സുകൾ എങ്ങനെ മാനേജ് ചെയ്യാം, പിന്നെ ടെസ്റ്റിംഗും, അവസാനമായി ഇറ്ററേഷനും വെർഷൻ കൺട്രോളും. ഒന്നാമത്തെ സെക്ഷൻ പ്രോഡക്റ്റ് ബ്ലൂ പ്രിന്റ് നിർവചിക്കൽ. അതായത് നമ്മുടെ പ്രോഡക്റ്റിന്റെ ഏറ്റവും അടിസ്ഥാനമായ ആർക്കിടെക്ചറൽ ഡ്രോയിംഗ് തയ്യാറാക്കുന്ന ഘട്ടം. ഒരു പ്രോട്ടോടൈപ്പ്, അതായത് നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ആദ്യത്തെ വർക്കിംഗ് മോഡൽ നിർമ്മിക്കുന്നത് പ്രധാനമായും 6 സ്റ്റെപ്പുകളിലൂടെയാണ്. ആദ്യം തന്നെ യൂസേഴ്സിനെ എന്താണ് വേണ്ടതെന്ന് നമ്മൾ ചോദിച്ചറിയണം. പിന്നീട് അതനുസരിച്ചൊരു ലളിതമായ ഡിസൈൻ ഉണ്ടാക്കി ആദ്യത്തെ മോഡൽ അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് നമ്മൾ ബിൽഡ് ചെയ്യുന്നു. ഇത് നേരെ യൂസേഴ്സിന് കൊടുത്ത് അവരുടെ ഫീഡ്ബാക്ക് എടുക്കുകയും അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി പ്രോട്ടോടൈപ്പ് ഒന്നുകൂടി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാം പക്കയാണെന്ന് ഉറപ്പായ ശേഷമാണ് ഫൈനൽ ഇംപ്ലിമെന്റേഷനിലേക്ക് നമ്മൾ കടക്കുന്നത്. എന്നാൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എല്ലാ പ്രോട്ടോടൈപ്പുകളും ഒരേപോലെ അല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. ഇവിടെ പ്രധാനമായും 4 രീതികളാണുള്ളത്. ഒന്നാമത്തത് റാപ്പിഡ് ത്രോ അവേ. നമ്മുടെ ഐഡിയ വേഗത്തിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പെട്ടെന്നൊരെണ്ണം ഉണ്ടാക്കുന്നു, ഫീഡ്ബാക്ക് കിട്ടിയ ശേഷം അത് ഉപേക്ഷിക്കുന്നു. രണ്ടാമത്തത് എവല്യൂഷണറി. ഇവിടെ ആദ്യത്തെ മോഡൽ തന്നെ പടിപടിയായി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കും. ഇനി വലിയ പ്രോജക്റ്റുകളാണെങ്കിലോ അതിന് ചെറിയ ഭാഗങ്ങളാക്കി മാറ്റി പിന്നീട് എല്ലാം കൂടി ഒന്നിപ്പിക്കുന്ന ഇൻക്രിമെൻ്റൽ രീതിയാണ് ബെസ്റ്റ്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒന്നാണ് വെബ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്ട്രീം രീതി. വെറും സ്റ്റാറ്റിക്കായ HTML പേജുകൾ തുടങ്ങി കംപ്ലീറ്റ് ഡേറ്റ സിമുലേഷൻ വരെ വളരെ വേഗത്തിൽ ചെയ്തെടുക്കുന്ന ഒരു കിടിലൻ അപ്രോച്ചാണിത്. ഇനി ഈ മോഡലുകൾക്കൊക്കെ ശരിക്കും ജീവൻ വെക്കണമെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു സാങ്കേതിക വിവരണം അഥവാ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഡോക്യുമെന്റ് കൂടിയേ തീരൂ. നമ്മുടെ പ്രൊഡക്റ്റ് പ്രവർത്തിക്കാൻ എന്തൊക്കെ ഹാർഡ്വെയർ വേണം, സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്, ഡേറ്റാബേസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഡോക്യുമെന്റിൽ വ്യക്തമായിട്ടുണ്ടാവും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമ്മൾ ഏത് പ്രശ്നമാണ് പരിഹരിക്കുന്നത്, അതിനെത്ര സമയം വേണം, സക്സസ് നമ്മൾ എങ്ങനെ അളക്കും എന്നൊക്കെ കാണിക്കുന്ന എഞ്ചിനീയറിംഗ് ടീമിന്റെ ഒരു കംപ്ലീറ്റ് പ്ലാനാണിത്. അടുത്തതായി രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരാം.
നമ്മുടെ പ്രോജക്റ്റിന്റെ ടൈംലൈനും ഡെവലപ്മെന്റ് അപ്രോച്ചുകളും, അതായത് നമ്മൾ എങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്തെടുക്കാൻ പോകുന്നത് എന്ന് നോക്കാം. സോഫ്റ്റ്വെയർ നിർമ്മാണത്തിൽ പണ്ടുമുതലേ ഏറ്റവും കൂടുതൽ കേട്ട് പരിചയമുള്ള രീതിയാണ് വാട്ടർഫോൾ മെത്തഡോളജി. ഒരു വെള്ളച്ചാട്ടം മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതുപോലെ വളരെ ഓർഡറായിട്ട് ഒന്നിനു പുറകെ ഒന്നായി 6 ഘട്ടങ്ങളിലൂടെയാണ് ഇത് നീങ്ങുന്നത്. സ്കോപ്പ് മനസ്സിലാക്കുക, ഡിസൈൻ ചെയ്യുക, കോഡിംഗ്, ടെസ്റ്റിംഗ്, ഡെപ്ലോയ്മെന്റ്, ഏറ്റവും ഒടുവിൽ മെയിൻ്റനൻസ്. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ഘട്ടം പൂർണ്ണമായി കഴിഞ്ഞാൽ മാത്രമേ അടുത്തതിലേക്ക് നമ്മൾ പോവുകയുള്ളൂ. വളരെ പ്രിഡിക്റ്റബിളായൊരു രീതിയാണിത്. പ്രായോഗികമായ ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ടൈം ലൈൻ ശരിക്കും എങ്ങനെയായിരിക്കും? ആദ്യം ഫേസ് 1 നമ്മൾ ആശയങ്ങൾ രൂപീകരിക്കുകയും അതിൽ പേറ്റന്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യും. പിന്നെ മാർക്കറ്റ് റിസർച്ച് നടത്തി വിശദമായ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കും. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യത്തെ മോഡൽ നിർമ്മിക്കുന്നു. 5ാമത്തെ ഫേസിൽ എത്തുമ്പോഴാണ് നമ്മൾ ബീറ്റ റിലീസ് ചെയ്യുന്നത്. ഇതിലൂടെ യഥാർത്ഥ യൂസേഴ്സിൽ നിന്ന് ഓർഗാനിക്കായിട്ടുള്ള ഫീഡ്ബാക്ക് എടുത്ത് ബഗുകൾ ഫിക്സ് ചെയ്യാൻ നമുക്ക് പറ്റും. ഒടുവിൽ ഫേസ് 6ൽ കൃത്യമായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളോടെ നമ്മൾ ആ പ്രൊഡക്റ്റ് ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യുന്നു. ഇനി 3ാമത്തെ സെക്ഷൻ പ്രോജക്റ്റ് റിസോഴ്സുകൾ കൈകാര്യം ചെയ്യൽ. ടീമിനെയും ബഡ്ജറ്റിനെയുമൊക്കെ എങ്ങനെ എഫിഷ്യന്റായി കൊണ്ടുപോകാമെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. നല്ലൊരു പ്ലാനും സമയവും മാത്രം പോരല്ലോ, അത് യാഥാർത്ഥ്യമാക്കാൻ മിടുക്കരായ ആളുകളും ആവശ്യത്തിന് വിഭവങ്ങളും നമുക്ക് വേണം. ഇതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പാണ് ലഭ്യത വിലയിരുത്തുക എന്നത്. നമ്മൾ വർക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ടീം അംഗങ്ങളുടെ അവധികൾ, സിക്ക് ലീവുകൾ, അവർ വേറെ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നതൊക്കെ കൃത്യമായി പരിഗണിക്കണം. ഇതില്ലെങ്കിൽ അത് പതുക്കെ ടീമിന്റെ മാനസിക സമ്മർദ്ദത്തിനും ബേൺഔട്ടിനും കാരണമാവും. അതുകൊണ്ട് വളരെ കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്യണം, അത് ഷെഡ്യൂൾ ചെയ്യണം, ഇടയ്ക്കിടെ ട്രാക്ക് ചെയ്യുകയും വേണം. 4ാമത്തെ സെക്ഷൻ ടെസ്റ്റിംഗ് വേഴ്സസ് ക്വാളിറ്റി അഷ്വറൻസ്. നമ്മൾ ബിൽഡ് ചെയ്ത സാധനത്തിന്റെ ഇൻസ്പെക്ഷൻ നടക്കുന്ന സമയമാണിത്. പൊതുവേ നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് ടെസ്റ്റിംഗും ക്വാളിറ്റി അഷ്വറൻസും ഒന്നാണെന്നാണ്. പക്ഷേ അല്ല. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ടെക്നിക്കലായിട്ടുള്ളൊരു പരിപാടിയാണ്. നമ്മുടെ കോഡിലെ ബഗ്ഗുകളും പ്രശ്നങ്ങളും തേടിപ്പിടിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. എന്നാൽ ക്വാളിറ്റി അഷ്വറൻസ് അഥവാ QA എന്ന് പറയുന്നത് അതല്ല. അതൊരു ബ്രോഡറായിട്ടുള്ള കാര്യമാണ്. പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്യുന്ന അന്നു മുതൽ അത് ഡിപ്ലോയ് ചെയ്യുന്നതുവരെ ഒരു മികച്ച സ്റ്റാൻഡേർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന തുടർച്ചയായ ഒരു പ്രോസസ്സാണിത്. ഇനി നമ്മുടെ അവസാനത്തെ സെക്ഷൻ ഇറ്ററേഷനും വേർഷൻ കൺട്രോളും. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറച്ചുകൂടി പോളിഷ് ചെയ്തെടുക്കുന്ന ഫൈനൽ സ്റ്റെപ്പുകളാണിത്. നമ്മൾ ഈ അജൈൽ ഡെവലപ്മെന്റിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. തുടർച്ചയായ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകുന്ന രീതി. ഇതിൽ ഫീഡ്ബാക്ക് ലൂപ്പുകൾക്ക് വളരെ വലിയൊരു പങ്കുണ്ട്. ഇതിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പുകൾ നമ്മുടെ സക്സസ് ഇരട്ടിയാക്കും. അതായത് ഒരു ഫീച്ചർ ഹിറ്റായാൽ നമ്മൾ കൂടുതൽ ഫോക്കസ് അവിടെ കൊടുക്കും. എന്നാൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പുകൾ ഒരു സെൽഫ് റെഗുലേറ്റിംഗ് സിസ്റ്റമാണ്. എവിടെയെങ്കിലും ഒരു ബഗ് കണ്ടാൽ അത് ഫിക്സ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും നമ്മുടെ സിസ്റ്റത്തിന് എപ്പോഴും ഒരു സ്ഥിരത നൽകുകയും ചെയ്യുന്നത് ഈ ലൂപ്പുകളാണ്. ഒരു വലിയ പ്രോജക്റ്റിലെ ഒരുപാട് പേർ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ എന്താകും അവസ്ഥ? ഒരേ ഫയലിൽ എല്ലാവരും മാറ്റങ്ങൾ വരുത്തുമ്പോൾ ആകെ കൺഫ്യൂഷനാകും, അല്ലേ? അവിടെയാണ് വേർഷൻ കൺട്രോളിന്റെ പ്രാധാന്യം. ഒരു പ്രോജക്റ്റിൽ ആരാണ് മാറ്റം വരുത്തിയതെന്നും എപ്പോഴാണ് വരുത്തിയതെന്നും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഇതുവഴി സാധിക്കും. അതുകൊണ്ട് ഡേറ്റ നഷ്ടപ്പെടുമെന്ന പേടിയേ വേണ്ട. തെറ്റുകൾ വരാനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കും. ഇതിനൊരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ സാധാരണ ഫയലുകൾ സേവ് ചെയ്യുമ്പോൾ ഫയൽ നെയിം _v2 അല്ലെങ്കിൽ v3 എന്നൊക്കെ കൊടുക്കാറില്ലേ? അതൊരു ബേസിക് വേർഷൻ കൺട്രോളാണ്. പക്ഷേ പ്രൊഫഷണലായി വർക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായി ചെയ്യാൻ ഗിറ്റ് പോലെയുള്ള വേർഷൻ കൺട്രോൾ ടൂളുകളാണ് നമ്മൾ ഇന്ന് കൂടുതലും യൂസ് ചെയ്യുന്നത്. നമ്മുടെ പ്രൊജക്റ്റിന്റെ മുഴുവൻ ഹിസ്റ്ററിയും യാന്ത്രികമായി സേഫായിട്ട് വയ്ക്കാൻ ഇത്തരം ടൂളുകൾ സഹായിക്കും. അങ്ങനെ ഒരു ഐഡിയയിൽ തുടങ്ങി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ എല്ലാ ബേസിക് കാര്യങ്ങളും നമ്മൾ കണ്ടുകഴിഞ്ഞു. യൂസേഴ്സിന് എന്ത് വേണമെന്ന് മനസ്സിലാക്കുന്നതിലും പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നതിലും തുടങ്ങി ടീമിനെ മാനേജ് ചെയ്യുന്നതും ഫൈനൽ ക്വാളിറ്റി ഉറപ്പാക്കുന്നതും വരെയുള്ള ഈ കൃത്യമായ സ്ട്രാറ്റജി തന്നെയാണ് യഥാർത്ഥത്തിൽ വിജയത്തിന്റെ താക്കോൽ. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് പുതിയ ഉൾക്കാഴ്ചകൾ നൽകിയെന്ന് കരുതുന്നു. നിങ്ങളുടെ അടുത്ത പ്രോജക്റ്റ് ഒരു വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു.